ഉള്ള കുപ്പായമൊക്കെ ഇട്ടായിരുന്നു. അപ്പം എന്നോട് പറയാ, എനിക്ക് ഈ വേഷമൊക്കെ ശ്വാസം മുട്ടുന്നു, ഞാൻ മടുത്തു ഈ വേഷം, ഇതൊക്കെ എനിക്കൊന്ന് ഊരിക്കളയണം. അതേപോലെ ആമിയെ കാണാൻ വരുന്നവരൊക്കെ ആമിക്ക് കോഴിക്കോട്ടിൽ നിന്ന് തലശ്ശേരിയിൽ നിന്നൊക്കെ ഒത്തിരി ആരാധകരൊക്കെ എത്തിയിരുന്നു. ആ സ്ത്രീകളൊക്കെ മട്ടൻ കറി പാകം ചെയ്തും ബിരിയാണി ഉണ്ടാക്കിക്കൊണ്ടൊക്കെയാണ് വരുന്നത്. പക്ഷെ തികഞ്ഞ സസ്യാഹാരിയായ ആമിക്ക് ഇതൊന്നും ഒട്ടുമേ ഉൾക്കൊള്ളാൻ പറ്റുന്നതായിരുന്നില്ല. അപ്പം എന്നോട് പറയാ, ഇറച്ചിയുടെ ചൂരെൻ്റെ ഈ മുറികളിലൊക്കെ ഇങ്ങനെ തങ്ങി നിൽക്കുന്നു, ഞാൻ ഒത്തിരി ചന്ദന തൈലമൊക്കെ പൂശി ആ മണമൊക്കെ അകറ്റിക്കളയുന്നതെന്ന്. എനിക്ക് തോന്നി ആമി പിൽക്കാലത്ത് അതേക്കുറിച്ച് പശ്ചാത്തപിച്ചിരുന്നുവെന്ന്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം താൻ എടുത്തണിഞ്ഞ ആ കുപ്പായവും മുഖംമൂടിയൊക്കെ ദിവസം നീണ്ട ഒരു ഇന്റർവ്യൂ ഞാൻ നടത്തുകയുണ്ടായി. അപ്പം ഞാൻ ചോദ്യങ്ങൾ ചോദിക്കുക, ആമി ഉത്തരം പറയുകയാണ്. പക്ഷെ അത് പബ്ലിഷ് ചെയ്ത ഞാൻ ചോദ്യങ്ങൾ ഒഴിവാക്കിയ ഫ്ലോ പോകാതിരിക്കാൻ വേണ്ടി